ജോയിയുടെ ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ മരിച്ച ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതിൽ നേരത്തെ തന്നെ ഹൈക്കോടതി അടക്കം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതിൽ റെയിൽവേയുടെ പിഴവാണ്, റെയിൽവേയുടെ അനാസ്ഥയാണ് ജോയിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. ജോയിയുടെ കുടുംബത്തിന്, മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ദിവസവേതന തൊഴിലാളി എന്ന നിലയിലാണ് റെയിൽവേ ജോയിയെ വിളിക്കുകയും പക്ഷേ റെയിൽവേ ഇതിൽ നിന്ന് കൈയൊഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നഗരസഭയെ കുറ്റപ്പെടുത്തുന്ന നിലപാടായിരുന്നു റെയിൽവേക്കുണ്ടായിരുന്നു. ഹൈക്കോടതി തന്നെ ഒടുവിൽ റെയിൽവേക്ക് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ അപകടത്തിൻ്റെ ഉത്തരവാദി, മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദി റെയിൽവേ തന്നെയാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ കുടുംബത്തിന് ആശ്വാസകരമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അന്ന് കണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ. ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ, സംസ്ഥാനത്തെ ഫയർഫോഴ്സ് വകുപ്പിൻ്റെയും ഒപ്പം തന്നെ നേവിയുടെയും അടക്കമുള്ള ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ റോബോട്ടിക് യന്ത്രസഹായത്തോടെ ജോയിയെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ, ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അതിഭംഗിയായി തന്നെ നിർവഹിച്ചു. അതിൻ്റെ പിന്നാലെയാണിപ്പോൾ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തിരിക്കുന്നത്. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആ റെയിൽവേ മറ്റു നഗരസഭയുടെ ചുവരിൽ കെട്ടിവെക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ഈ ആമയിഴഞ്ചാൻ തോട്ട് വൃത്തിയാക്കാൻ റെയിൽവേയാണ് ജോയിയെ നിയോഗിച്ചത്. റെയിൽവേയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഡിവൈഎഫ്ഐയുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. ആശ്വാസമായി ജോയിയുടെ കുടുംബത്തിന്, മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത്. നേരത്തെ തന്നെ മന്ത്രിമാർ അടക്കം വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ ജോയിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം റെയിൽവേ നൽകേണ്ടതാണ്. പക്ഷേ സർക്കാരായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ സർക്കാർ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തുകയില്ല. സർക്കാർ നടപടികൾ കൃത്യമായ രീതിയിൽ നടത്തി മുന്നോട്ട് പോകും. മന്ത്രിസഭാ യോഗം ആലോചിച്ച് ഇതിൽ വേണ്ട തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപ ജോയിയുടെ മാതാവിന് നൽകുവാൻ വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന മന്ത്രിസഭാ യോഗം റെയിൽവേയുടെ അനാസ്ഥയ്ക്ക്, റെയിൽവേ വലിയ തരത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അപകടത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ജോയിയുടെ കുടുംബത്തിന് ആശ്വാസമായി ഇപ്പോൾ 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അന്ന് തന്നെ കേരളമടക്കം ലോകമടക്കം കണ്ടതാണ് സംസ്ഥാന സർക്കാർ, നഗരസഭ അടക്കം നടത്തിയ ഇടപെടലുകൾ. ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വലിയ തരത്തിൽ കേരളം കണ്ടതാണ്.